നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടേക്കാറിലെ ബാങ്ക് കവർച്ചയ്ക്കായി നടത്തിയത് വൻ ആസൂത്രണം. 3 പേർ കുടുങ്ങിയത് പോലീസിന്റെ സമർത്ഥമായ നീക്കത്തിൽ. കവർച്ചാ സംഘത്തിന് തദ്ദേശീയരുടെ സഹായം ലഭിച്ചതായി നിഗമനം. ടൂറിസം കാർണിവലും പ്രവാസി നിക്ഷേപ സംഗമവും പള്ളിക്കര ബേക്കൽ ബീച്ചിൽ 24 മുതൽ 26 വരെ നടക്കും. റൈസിംഗ് കാസർഗോഡിന്റെ തുടർച്ചയായാണ് പരിപാടി. അടിപ്പാത വേണമെന്ന ആവശ്യത്തിൽ നടപടിയില്ല. നുള്ളിപ്പാടിയിൽ ദേശീയപാത നിർമ്മാണം പുനരാരംഭിക്കുവാനുള്ള നീക്കം സമരസമിതി വീണ്ടും തടഞ്ഞു. സെറ്റോ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പണിമുടക്ക് ബുധനാഴ്ച. സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം. ജിന്നുമ്മയുൾപ്പെടെയുള്ള 4 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 27ലേക്ക് മാറ്റി. ഉപ്പള ബായാർ പദവിലെ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണം. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. കോട്ടേക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്ക് കൊള്ളയടിക്കുവാൻ കവർച്ചാ സംഘം 2 മാസം മുൻപേ തന്നെ മംഗളൂരുവിലെത്തി. കവർച്ചാ സംഘത്തിന് തദ്ദേശീയരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് നിഗമനം. അറസ്റ്റിലായ കവർച്ചാ സംഘത്തിലെ 3 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ബാങ്ക് കൊള്ളയ്ക്കായി വൻ ആസൂത്രണമാണ് നടത്തിയതെന്ന വിവരം പോലീസിന് ലഭിച്ചത്. പിടിയിലാകാനുള്ള കവർച്ചാ സംഘത്തിലെ ബാക്കി 2 പേർക്കായി ശക്തമായ അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. കോട്ടേക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്ക് കൊള്ളയടിച്ചത് വൻ ആസൂത്രണം നടത്തിയാണെന്നുള്ള വിവരം പുറത്ത്. കേസിൽ അറസ്റ്റിലായ മുംബൈ സ്വദേശി ഡോംബിവിലി വെസ്റ്റ് ഗോപിനാഥ് ചൌക്കിലെ ജോഷ്വ രാജേന്ദ്രൻ, ചെമ്പൂർ തിലക് നഗർ സ്വദേശി കണ്ണൻ മണി, തമിഴ്നാട് തിരുവണ്ണാമലൈ പത്മനരി സ്വദേശി മുരുകണ്ടി തേവർ എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ബാങ്ക് കവർച്ചയ്ക്കായി നടത്തിയ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. തമിഴ്നാട്ടിലെ പത്മനരിയിൽ നിന്നുമാണ് ഈ 3 പേരും പിടിയിലായത്. മുംബൈ കേന്ദ്രീകരിച്ചുള്ള കവർച്ചാ സംഘത്തിലെ പ്രധാനികളാണിവർ. സാങ്കേതിക തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്നും സ്വർണമടക്കം കവർച്ചാ മുതലിൻ്റെ ഒരു ഭാഗം പോലീസിന് ലഭിച്ചു. കവർച്ചയ്ക്ക് ഉപയോഗിച്ച കറുത്ത ഫിയറ്റ് കാറും 2 തോക്കുകളും വടിവാളുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കവർച്ചയ്ക്ക് ശേഷം കാറിൽ കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് കടന്നതായിരുന്നു സംഘം. 2 മാസം മുൻപ് മംഗളൂരുവിലെത്തി ബാങ്ക് കൊള്ളയ്ക്കായി ഇവർ പദ്ധതി തയ്യാറാക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു. അതിനുശേഷം മുംബൈയിൽ നിന്നുമാണ് സംഘം റോഡ് മാർഗം മംഗളൂരുവിൽ എത്തിയത്. സംഘത്തിൽ മറ്റ് 3 പേർ കൂടിയുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു. കവർച്ചാ സംഘത്തിന് തദ്ദേശീയരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് കരുതുന്നു. അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തു വരികയാണ്. ಮುಖ್ಯವಾಗಿ ಅದರಲ್ಲಿ ಮುರುಗಂಡಿ ಥೇವರ್ ಅಂತ ತಿರುನೆಲ್ವೇಲಿ ನೇಟಿವ್ ಅವನದು ಪಾತ್ರ ಇತ್ತು. ಆ್ಯಸ್ ಆಫ್ ನಾವು ಇಷ್ಟು ನಾವು ಇಂಟ್ರೋಗೇಷನ್ ಮಾಡಿದ್ದೀವಿ. ಅವ್ರದ್ದು ಅದು ಇದರಲ್ಲಿ ಮಾಸ್ಟರ್ ಮೈಂಡ್ ಇತ್ತು. ನಂತರ ಅವ್ರಿಗೆ ಸಹಯೋಗ ಕೊಡೋರು ಮನಿವನನ್ ಈಸ್ ಲೈಕ್ A2 ಅವ್ರದ್ದು ಕ್ಲೋಸ್ ಅಸೋಸಿಯೇಟ್. ಇನ್ನೊಬ್ಬ ಅಸೋಸಿಯೇಟ್ ಅವ್ರ ಜೊತೆಗೆ ಸಿಕ್ಕಿದ್ದಾರೆ ನಮಗೆ ಪ್ರಕಾಶ್ ಎಲಿಯಾಸ್ ಜೋಶುವಾ. ಸೊ ಈ 3 ಜನರಿಗೆ ನಾವು ತಿರುನೆಲ್ವೇಲಿ ಡಿಸ್ಟ್ರಿಕ್ಟ್ 3 ಡಿಫ್ರೆಂಟ್ ಪ್ಲೇಸಿಂದ ಅರೆಸ್ಟ್ ಮಾಡೋಕ್ಕೆ ಸಕ್ಸಸ್ ಆಗಿದ್ದೀವಿ. ಸೊ ಈಗಾಗಲೇ ಅವರು ಅಲ್ಲಿದ್ದಾರೆ ಮತ್ತು ಪ್ರೊಸೆಸ್ ನಡೀತಾ ಉಂಟು. ಆ್ಯಂಡ್ ದೆನ್ ವಿತ್ ದ ಲಿಮಿಟೆಡ್ ಇಂಟರೋಗೇಷನ್ ವಿ ವರ್ ಏಬಲ್ ಟು ಗೆಟ್ ದ ಕಾರ್ ವಿಚ್ ವಾಸ್ ಇನ್ವಾಲ್ವ್ಡ್ ಇನ್ ದ ಆಫೆನ್ಸ್. ದಟ್ ಫಿಯಟ್ ಕಾರ್ ಕೂಡ ನಾವು ಅಲ್ಲಿಂದ ಪತ್ತೆ ಮಾಡಿದ್ದೀವಿ. ಇಟ್ ಈಸ್ MH ಬೇಸ್ಡ್, ಮಹಾರಾಷ್ಟ್ರ ಬೇಸ್ಡ್ ರಿಜಿಸ್ಟ್ರೇಷನ್ ಕಾರ್. ಆ್ಯಂಡ್ A1 ಮುರುಗುಂಡಿ he brought the car from Bombay and he drove to this point and ಅದೇ ಕಾರಲ್ಲಿ ಅಫೆನ್ಸ್ ಮಾಡಿ ಅವನು ತಿರುನೆಲ್ವೇಲಿ ತನಕ ಹೋಗಿದ್ದು. ಜೊತೆಗೆ ಈ ಕೇಸಲ್ಲಿ ವೆಪನ್ ಏನು ಯೂಸ್ ಮಾಡಿದ್ರು ಅದು ಕೂಡ ನಾವು ತಿರುನೆಲ್ವೇಲಿನ ರಿಕವರ್ ಮಾಡಿದ್ದೀವಿ. ಆ್ಯಂಡ್ ವಿ ಹ್ಯಾವ್ ಬಿನ್ ಏಬಲ್ ಟು ರಿಕವರ್ 2 ಗೋನಿ ಚೀಲಾಸ್. ಯಾವ ಚೀಲಾದಲ್ಲಿ ಅವರು ಜ್ಯುವೆಲ್ಲರಿ ಐಟಮ್ ಕಳ್ತನ ಮಾಡಿ ಹೋಗಿದ್ರು. ಸೊ ಇನ್ನೂ ಅದರದ್ದು ವ್ಯಾಲ್ಯೂಷನ್ ನಾವು ಮಾಡಿಲ್ಲ. ಅದು ಪಂಚನಾಮೆ ಆದ ನಂತರ ಎಕ್ಸಾಕ್ಟ್ ಗೊತ್ತಾಗ್ತದೆ. ಬಟ್ ಆದರೆ ಆ್ಯಸ್ ಆಫ್ ನಾವು ದ ಮಾಹಿತಿ ಇದೆ ದಟ್ ಗೋನಿ ಚೀಲ ಮತ್ತು ಅದರಲ್ಲಿ ಗೋಲ್ಡ್ ಇದೆ. 17 ഉച്ചയ്ക്ക് 1-നും 1:15 മംഗളൂരു കോട്ടേക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്കിൽ കവർച്ച നടന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ബാങ്ക് ജീവനക്കാരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി 4 കോടി രൂപയും സ്വർണവും കവരുകയായിരുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായ ജില്ലാ വ്യവസായ കേന്ദ്രം നിർവഹണം നടത്തുന്ന ടൂറിസം കാർണിവലും പ്രവാസി നിക്ഷേപ സംഗമവും 24 മുതൽ 26 വരെ നടക്കും. ഖൽബിലെ ബേക്കൽ ഹാപ്പിനെസ് ഫെസ്റ്റ് എന്ന പേരിൽ പള്ളിക്കര ബേക്കൽ ബീച്ചിലാണ് പരിപാടി. നേരത്തെ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച റൈസിംഗ് കാസർഗോഡ് നിക്ഷേപ സംഘത്തിന്റെ തുടർച്ചയായാണ് ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ടൂറിസം കാർണിവലും ഒപ്പം പ്രവാസി നിക്ഷേപ സംഗമവും നടത്തുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായി ജില്ലാ വ്യവസായ കേന്ദ്രം നിർവഹണം നടത്തുന്ന ടൂറിസം കാർണിവലും പ്രവാസി നിക്ഷേപക സംഗമവും കൽബിലെ ബേക്കൽ ഹാപ്പിനെസ് ഫെസ്റ്റ് എന്ന പേരിൽ 24 മുതൽ 26 വരെ പള്ളിക്കര ബേക്കൽ ബീച്ചിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ മന്ത്രിമാർ അതിഥികളായെത്തുന്ന പരിപാടിയിൽ ടൂറിസം ഓപ്പറേറ്റർമാർ, യാത്രികർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, സംരംഭകർ, പ്രവാസികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ള വ്യക്തികളും സംഘടനകളും പങ്കെടുക്കും. 2022-23, 2023-24 സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച റൈസിംഗ് കാസർഗോഡ് നിക്ഷേപക സംഗമത്തിൻ്റെ തുടർച്ചയായാണ് ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ടൂറിസം കാർണിവൽ നടത്തുന്നത്. കാർണിവലിൻ്റെ ഭാഗമായി ജില്ലയിലെ പ്രാദേശിക തലത്തിലുള്ള ടൂറിസം സ്പോട്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മത്സര പരിപാടി ഉണ്ടായിരിക്കും. വ്യവസായ മേഖലയിലുള്ള ജില്ലയിലെ സാധ്യതകൾ പ്രവാസികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനായാണ് പ്രവാസി നിക്ഷേപക സംഗമം നടത്തുന്നത്. പരിപാടിയുടെ ആദ്യ ദിനമായ ജനുവരി 24 ദേശീയ ബാലിക ദിനമായതിനാൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കുള്ള പാരന്റിംഗ് ക്ലാസ്, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദനം, അവരുടെ പരിപാടികൾ, അവതരണം എന്നിവയും നടക്കും. ടൂറിസം കാർണിവലുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഹാപ്പിനെസ് ഫെസ്റ്റായി ബേക്കൽ ബീച്ച് പാർക്കിൽ വെച്ച് ഈ വരുന്ന 24 മുതൽ ജനുവരി 24, 25, 26 തീയതികളിലാണ് നടത്തുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ നിക്ഷേപങ്ങളുടെ ഭാഗമായി നമുക്ക് ഏകദേശം 1200 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ കുറേ എണ്ണം ഉദ്ഘാടനത്തിൻ്റെ ഘട്ടത്തിലാണ്, അതേപോലെ തന്നെ കുറേ എണ്ണം ഓൺഗോയിങ് ആണ്. ആ രീതിയിലേക്ക് നമ്മുടെ ജില്ലയുടെ പൊതുവായ വികസനത്തിന് ജില്ലാ പഞ്ചായത്ത് നടത്തിയ ഈ പദ്ധതിയും ജില്ലാ വ്യവസായ കേന്ദ്രം തനതായി നടത്തുന്ന പദ്ധതികളൊക്കെ തന്നെ ഏറെ സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ടൂറിസം മേഖലയ്ക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നതെങ്കിലും കഴിഞ്ഞ വർഷത്തെ NRI മീറ്റിൻ്റെ ഭാഗമായി NRI മീറ്റ് നടത്താനായിരുന്നു തീരുമാനം. ആ NRI മീറ്റ് നമ്മൾ ഇപ്രാവശ്യം ഇതിൻ്റെ ഭാഗമായി നടത്തുന്നത്. നിക്ഷേപക സംഗമവും അതേപോലെ തന്നെ സംരംഭക സംഗമവും മികച്ച സംരംഭകരെ ആദരിക്കലും മികച്ച നിക്ഷേപകരെ ആദരിക്കലും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ CJ സജിത് കുമാർ GM, ഷിനോജ് ചാക്കോ, അനസ് മുസ്തഫ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ ദേശീയപാത നിർമ്മാണം സമരസമിതി വീണ്ടും തടഞ്ഞു. നുള്ളിപ്പാടിയിൽ ദേശീയപാതയിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം 1 വർഷമായി തുടരുകയാണ്. ഇതിനിടെ വീണ്ടും നിർമ്മാണം പുനരാരംഭിക്കാൻ വേണ്ടി ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും ശ്രമം ആരംഭിച്ചതോടെയാണ് സമരസമിതി നിർമ്മാണ പ്രവൃത്തി തടഞ്ഞത്. സൈഡിൽ ജീവിക്കുന്ന ആൾക്കാരെ അത് നിങ്ങൾ പറയണ്ട. ഞങ്ങളുടെ പ്രയാസം തൂക്കണ്ട. ഞങ്ങൾക്കിത് കിട്ടിയാലേ പറ്റൂ. നുള്ളിപ്പാടിയിൽ ദേശീയപാതയിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി പ്രവൃത്തി ഉൾപ്പെടെ തടഞ്ഞ് 1 വർഷമായി തുടരുന്നതിനിടെ രാവിലെ വീണ്ടും നിർമ്മാണം പുനരാരംഭിക്കാൻ ശ്രമമുണ്ടാവുകയായിരുന്നു. അടിപ്പാത അനുവദിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകാത്തതിനാൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിച്ചെത്തുകയും പ്രവൃത്തി തടയുകയുമായിരുന്നു. ഞങ്ങൾ വെല്ലുവിളിച്ച് ഞങ്ങൾ ആരും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമരമല്ല ഇത്. ഈ നാട്ടിലെ 10,000-കണക്കിന് ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ടിയുള്ള സമരമാണ്. അതിവർ മനസ്സിലാക്കണം. അല്ല ഞങ്ങൾക്ക് ആരോട് യുദ്ധം ചെയ്യാനൊന്നുമില്ല. ഈ പദ്ധതിക്കെതിരല്ല, ഈ നാഷണൽ ഹൈവേക്കൊന്നും ഞങ്ങളെതിരല്ല. ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ സമയം, അത് ഞങ്ങൾ ന്യായമായിട്ട് ചോദിക്കുന്നത് സഞ്ചാരത്തിന് വേണ്ടി നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വാഹനം പോകണ്ടാന്ന്. ഇവരെ സമയം തന്നിട്ടില്ല എന്നുള്ള ഭാഗമൊന്നും ഞങ്ങൾക്കില്ല. പണി നടക്കാത്തോണ്ട്
ഇനി ഞങ്ങൾ സമയം തരില്ല. പറഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് നിന്നെ പണിയെടുത്തോളൂ. ഞങ്ങൾ 5 ദിവസം ഞങ്ങൾ ഈ സമരാണ്. ഞങ്ങൾ ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. അടിപ്പാത യാഥാർത്ഥ്യമാക്കുന്നതിനായി 10 ദിവസത്തെ സാവകാശം വേണമെന്ന സമരസമിതിയുടെ ആവശ്യം ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ സമരസമിതി മുന്നോട്ട് വെച്ചു. ദേശീയപാത നിർമ്മാണം കൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നുള്ളിപ്പാടി പ്രദേശവാസികൾ നേരിടുന്നതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. അടിപ്പാത കിട്ടിയില്ലെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം വീടുകളിലെത്താൻ. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് സമരസമിതി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പി രമേശ്, അനിൽ ചെന്നിക്കര, വരപ്രസാദ്, എം ലളിത, വിനോദ് കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ബുധനാഴ്ച പണിമുടക്ക് നടത്തും. ഇതിന് മുന്നോടിയായി കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി. നിരവധി സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പ്രകടനത്തിൽ അണിനിരന്നു. നിങ്ങൾക്കെതിരായി ഉയരുന്നു ജീവനക്കാരുടെ പ്രതിഷേധം. ജീവനക്കാരുടെ ആണും പെണ്ണും കെട്ടവരിവിടെ കൈകാലിപ്പണി ചെയ്ത് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി 22-ലെ പണിമുടക്കിന് അനുഭാവം പ്രകടിപ്പിച്ച് സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ഈ വിലക്കയറ്റത്തിന്റെ തോതിൽ നിന്ന് കേരളീയ സമൂഹത്തിന്റെ നട്ടെല്ല് ഒടിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ജീവനക്കാരനും അധ്യാപകനും 6 മാസം കൂടുമ്പോൾ ഏത് ഇന്ത്യ രാജ്യത്തെ ഏത് സംസ്ഥാന സർക്കാരുകളായും കൃത്യമായി ക്ഷാമബത്ത അനുവദിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ ജീവനക്കാരനായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ അധ്യാപകനായി എന്നുള്ളതിൻ്റെ ഗതികേടിൽ കേരളത്തിലെ അധ്യാപകനും ജീവനക്കാരനും 7 ഗഡു ക്ഷാമബത്ത പ്രതിമാസം ഏറ്റവും താഴെക്കടയിലുള്ള ജീവനക്കാരൻ പോലും 4,500 രൂപ മുതൽ 30,000 രൂപ വരെ അവൻ്റെ ശമ്പളത്തിൽ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. സെറ്റോ ജില്ലാ ചെയർമാൻ KM ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെറ്റോ ജില്ലാ കൺവീനർ PT ബെന്നി, കൊളത്തൂർ നാരായണൻ, KC സുജിത് കുമാർ, ജോയ് ഫ്രാൻസിസ്, വത്സല കൃഷ്ണൻ, VM രാജേഷ്, SM രജനി എന്നിവർ സംസാരിച്ചു. VTP രാജേഷ്, മാധവൻ നമ്പ്യാർ, ബ്രിജേഷ് പൈനി, ഗിരീഷ് ആനപ്പട്ടി, പ്രവീൺ വരയില്ലം, ജഗദീശൻ നായർ, ജയരാജ് പെരിയ, ശ്രീനിമോൻ, രതീഷ് ബന്തെടുക്ക, ഷെഫീഖ്, രതി V, ഗിരിജ M എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം. ജിന്നുമയുൾപ്പെടെയുള്ള 4 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 27ലേക്ക് മാറ്റി. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകവും 596 പവൻ ആഭരണങ്ങൾ കാണാതാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജനുവരി 27ലേക്ക് മാറ്റി. ബാര മീത്തൽ മാങ്ങാട് കുളിക്കുന്ന് അണിഞ്ഞ റോഡ് ബൈത്തുൽ ഫാത്തിമയിൽ PM ഒവൈസ്, ഭാര്യയായ ജിന്നുമയെന്നും മന്ത്രവാദിനിയുമെന്നും അറിയപ്പെടുന്ന ഷമീന മുക്കോട്, ജീലാനി നഗറിലെ താമസക്കാരി പൂച്ചക്കാട് വലിയ പള്ളിക്കടത്തെ PM അസ്നിഫ, മധൂർ കൊല്ലിയിലെ ആയിഷ എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതാണ് 27ലേക്ക് മാറ്റിയത്. ഡിസംബർ 2-ന് അറസ്റ്റിലായ പ്രതികൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അഡ്വക്കേറ്റ് PK ഫൈസലാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. ജില്ലാ ജഡ്ജ് അവധിയിലായതിനാലാണ് ജാമ്യാപേക്ഷ ഈ മാസം 27ലേക്ക് മാറ്റിവെച്ചത്.
അതേസമയം തെളിവെടുപ്പിനായി പ്രതികളെ ഒരാഴ്ച കൂടി കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ DCRB ഡിവൈഎസ്പി ജോൺസൺ ഹൊസ്തുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ തെളിവെടുപ്പ് നടത്തി ബാക്കി സ്വർണം കൂടി കണ്ടെത്തുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പള ബായാർ പദവിലെ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലം സന്ദർശിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാക്ഷികളുടെയും മൊഴിയെടുക്കും. മുഹമ്മദ് ആസിഫിന്റെ മരണത്തിൽ ദുരൂഹത ഉയർത്തുന്ന സാഹചര്യത്തിൽ മാതാവ് സക്കീന മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലം സന്ദർശിച്ചു. കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ഫോറൻസിക് വിദഗ്ധരെ സ്ഥലത്തെത്തിച്ച് തെളിവുകൾ ശേഖരിക്കും. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും സംഭവസ്ഥലം സന്ദർശിക്കും. ജനുവരി 15 രാത്രി 1:45 ആസിഫിനെ ബായാർ ഗാളിയടുക്കത്തെ റോഡരികിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ 1 മണിയോടെ ടിപ്പർ ലോറിയുമായി വീട്ടിൽ നിന്ന് പോയതായിരുന്നു ആസിഫ്. പിന്നീട് 1:45 ലോറിക്കുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാർ 108 ആംബുലൻസിൽ ബന്ദിയോട്ടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇടുപ്പിലിന് പൊട്ടലുണ്ടായതാണ് മരണകാരണമെന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 25 സംവത്സരങ്ങൾക്ക് ശേഷം മാർച്ച് 5 മുതൽ 12 വരെ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ട ഭാഗമായി ഓഡിയോ വീഡിയോ കമ്മിറ്റി തയ്യാറാക്കിയ പടക്കത്തിയമ്മ പെരുങ്കളിയാട്ട ഗാനങ്ങൾ പുറത്തിറക്കി. സിനിമാ സംവിധായകൻ ഗിരീഷ് കുന്നുമ്മൽ പ്രകാശനം നിർവഹിച്ചു. പെരുങ്കളിയാട്ട ഭാഗമായി ഒരുക്കിയ 6 ഗാനങ്ങളാണ് രാമവില്യം കഴകം പരിസരത്തൊരുക്കിയ പൊതുചടങ്ങിൽ പ്രകാശനം ചെയ്തത്. പെരുങ്കളിയാട്ടത്തിലെ പ്രധാന ദേവതയായ പടക്കത്തിയമ്മയെക്കുറിച്ച് തയ്യാറാക്കിയ ഗാനസമാഹാരത്തിലെ ശരണാംബിക എന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ആസ്വാദകർക്ക് വിസ്മയ കാഴ്ചയായി. സിനിമാ സംഗീത സംവിധായകൻ തൃക്കരിപ്പൂരിലെ സുദർശൻ ഒളവറയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. പ്രമുഖ ഗാനരചയിതാവും സംഗീതജ്ഞനുമായ കക്കുന്നം പത്മനാഭൻ, മോഹൻ ഉദനൂർ, പ്രശാന്ത് പെരിങ്ങേത്ത്, പ്രകാശൻ പേക്കടം എന്നിവരാണ് ഗാനങ്ങളുടെ രചന നിർവഹിച്ചത്. രഘുറാം മണികണ്ഠൻ, മേഘ തമ്പാൻ, സഞ്ജയൻ ഒളവറ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. പെരുങ്കളിയാട്ട ഗാനങ്ങളുടെ പ്രകാശനം സിനിമാ സംവിധായകൻ ഗിരീഷ് കുന്നുമ്മൽ നിർവഹിച്ചു. കലാകാരന്മാരുടെ ജീവിതത്തിൽ ഇത്തരം വേദികളാണ് ഓരോ കലാകാരൻ്റെയും പ്രോത്സാഹനം, മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ശക്തി. എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മലബാറിൻ്റെ ഏറെ ഐതിഹാസിക ചരിത്രമുള്ള ഒരു തെയ്യമാണ് കതിവനൂർ വീട്. ആ ചരിത്രം ഞാൻ സിനിമയാക്കാൻ പോവുകയാണ്. 10-18 വർഷമായി അതിൻ്റെ പിന്നിൽ. ഞങ്ങളതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടന്ന ഏകദേശം ഷൂട്ടിങ്ങിലേക്ക് കിടക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സിനിമ നിർമ്മിക്കാൻ എൻ്റെ കമ്പനിയായ ശ്രീ മൂകാംബിക കമ്മ്യൂണിക്കേഷൻസിനോടൊപ്പം എനിക്ക് ആദ്യം കൈ തന്നത് തീയ മഹാസഭയാണ്. തീയ മഹാസഭയുടെ സഹകരണത്തോടു കൂടിയാണ് ഒരു വലിയ ബഡ്ജറ്റിലെ സിനിമ. ഓഡിയോ വീഡിയോ കമ്മിറ്റി ചെയർമാൻ എ കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ മുഖ്യാതിഥിയായിരുന്നു. ബാലഗായിക റാനിയ റഫീഖ്, ഓഡിയോ വീഡിയോ കമ്മിറ്റി കൺവീനർ മോഹൻ കൂറ, സംഘാടക സമിതി ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, ട്രഷറർ PP കുഞ്ഞിക്കണ്ണൻ, രാമവില്യം കഴകം പ്രസിഡന്റ് VV രാഘവൻ, വർക്കിംഗ് ചെയർമാൻമാരായ K ശശിധരൻ, CV കണ്ണൻ, PV ബാബു, അനൂപ് കുമാർ പേക്കടം, മിൻഷ രാജീവ്, കൃഷ്ണപ്രിയ ധനേഷ്, ഡോക്ടർ അമൃത നവനീത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം അരങ്ങിലെത്തി. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിദ്യാഭ്യാസ സാമൂഹ്യ സാന്ത്വന മേഖലകളിൽ സേവനങ്ങൾ നടത്തിവരുന്ന തൃക്കരിപ്പൂർ അൽ മുജമ്മ ഉൽ ഇസ്ലാമിയുടെ 33ാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ജനുവരി 24, 25 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവീകരിച്ച മുജമ്മ ക്യാമ്പസിന്റെ ഉദ്ഘാടനം 24 വൈകുന്നേരം കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്യും.
വാർഷികാഘോഷ ഭാഗമായി വിവിധ വിഭാഗങ്ങളിലുള്ള കുടുംബ സംഗമവും മെഡിക്കൽ ക്യാമ്പും പ്രാസ്ഥാനിക സംഗമവും സ്നേഹസഞ്ചാര പ്രചാരണ ജാഥയും സൗഹൃദ സായാഹ്നവും ഉൾപ്പെടെ ഇതിനകം നടന്നതായും ഭാരവാഹികൾ പറഞ്ഞു. മുന്നോടിയായി 23 രാവിലെ 10 ഉദിനൂർ കൂട്ടായ്മയുടെ സഹകരണത്തോടെ പാചകം ചെയ്ത് 33 തരം പലഹാരം വിളമ്പിയുള്ള സ്നേഹവിരുന്നും നടക്കും. സി ഉസ്താദ് മഖാം സിയാറത്തും സാംസ്കാരിക ഘോഷയാത്രയും നടക്കും. 24 ഉച്ചയ്ക്ക് മുജമ്മ ജുമാ മസ്ജിദ് അങ്കണത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി മുഹമ്മദ് സാലി സഹദി പതാക ഉയർത്തുന്നതോടെ 2 ദിവസങ്ങളിലായി നടക്കുന്ന വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമാവും. വൈകുന്നേരം 33ാമത് വാർഷിക സുവനീർ പ്രകാശനം ഡോക്ടർ ടി പി മുഹമ്മദ് ഹാരിസ് ഹാജി നിർവഹിക്കും. രാത്രി 7 നടക്കുന്ന മഹബ്ബ നൈറ്റിന് പട്ടുവം KP അബ്ദുസമദ് അമാനി നേതൃത്വം നൽകും. 25 രാവിലെ അലുമിനി മീറ്റും അസ്നവി സംഗമവും നടക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന സ്ഥാന വസ്ത്ര വിതരണ ചടങ്ങിൽ സഅദുൽ ഉലമ മാണിക്കോത്ത് AP അബ്ദുള്ള മുസ്ലിയാർ, പി മുഹമ്മദ് സാലി എന്നിവർ പങ്കെടുക്കും. തുടർന്ന് പ്രവാസി സംഗമവും നടക്കും. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സന്നദ്ധാന സമാപന സമ്മേളനം ബദറു സദാത്ത് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ കടലുണ്ടി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര മുഷാവറ അംഗം മുഹമ്മദ് അലി സഖാഫി സന്നദ്ധാന പ്രഭാഷണവും കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണവും നടത്തും. മുജമ്മ ശരീയത്ത് ദവ കോളേജിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കിയ 30 വിദ്യാർത്ഥികൾക്ക് അസ്നവി സനദ് നൽകും. ഹിഫുൾ കോളേജിൽ നിന്ന് ഖുറാൻ മനഃപ്പാടമാക്കിയ 8 വിദ്യാർത്ഥികൾക്ക് ഹിഫ്സ് ഷഹാദയും നൽകും. സ്ഥാപക കാലം മുതൽ കമ്മിറ്റിയിൽ തുടരുന്ന സാരഥികൾക്ക് ആദരവ് നൽകും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുതിർന്ന CPI നേതാവ് രാഘവ പട്നയുടെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPI മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി ജയറാം ബല്ലംകുടയിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന CPI നേതാവ് രാഘവ പട്നയുടെ 1ാം ചരമവാർഷിക ദിനം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടി നടന്നു. CPI മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി ജയറാം ബല്ലംകുടയിൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീധർ RK അധ്യക്ഷത വഹിച്ചു. കേശവ കണ്ണുതീർത്ത പതാക ഉയർത്തി. CPI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മെമ്പർ S രാമചന്ദ്ര ബഡാജെ, CPI മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി മെമ്പർ നാരായണി രാജൻ, AITUC നേതാവ് മുസ്തഫ കടമ്പാർ, CPI നേതാക്കളായ നാരായണ കാജൂർ, കിരൺ മാട, നിരഞ്ജൻ, ഉമേഷ് കുച്ചിക്കാട്, മോനു കുച്ചിക്കാട്, AIYF നേതാക്കളായ രമ്യ രാജൻ, പ്രഥം KS, പ്രീതം മാട, രാഘവ പട്നയുടെ കുടുംബാംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പുത്തികെ ഗ്രാമപഞ്ചായത്തിൽ ആർദ്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ ലാബിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D സുബണ്ണ ആൾവ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ സംസ്ഥാനത്തെ മികച്ച ഡോക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ സയ്യിദ് ഹാമിദ് ഷുഹൈബ് KSനെ ആദരിച്ചു. പുത്തികെ ഗ്രാമപഞ്ചായത്തിൽ ആർദ്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D സുബണ്ണ ആൾവ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയന്തി പൊന്നങ്കള അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സംസ്ഥാനത്തെ മികച്ച ഡോക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സയ്യിദ് ഹാമിദ് ഷുഹൈബ് KSനെ ആദരിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാരായണ നായിക്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പാലാക്ഷർ IP, അബ്ദുൾ മജീദ് MH, അനിത M, മെമ്പർമാരായ കേശവ SR, ഗംഗാധര നായിക്, ശാന്തി Y, ആസിഫ് അലി കന്തൽ, കാവ്യശ്രീ BK, ജനാർദ്ദന പൂജാരി, അനിതശ്രീ, ജയന്തി മുഖാരിക്കണ്ടം, പ്രേമ S റൈ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ സീതാരത്ന, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ധന്യ K, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നാരായണ നായിക്, കൃഷി ഓഫീസർ ദിനേശൻ K, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, HMC മെമ്പർമാർ, ആശാപ്രവർത്തകർ, അംഗനവാടി പ്രവർത്തകർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ സയ്യിദ് ഷുഹൈബ് KS സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ തിരുമലേശ്വര നായിക് S നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടേക്കാറിലെ ബാങ്ക് കവർച്ചയ്ക്കായി നടത്തിയത് വൻ ആസൂത്രണം. 3 പേർ കുടുങ്ങിയത് പോലീസിന്റെ സമർത്ഥമായ നീക്കത്തിൽ. കവർച്ചാ സംഘത്തിന് തദ്ദേശീയരുടെ സഹായം ലഭിച്ചതായി നിഗമനം. ടൂറിസം കാർണിവലും പ്രവാസി നിക്ഷേപ സംഗമവും പള്ളിക്കര ബേക്കൽ ബീച്ചിൽ 24 മുതൽ 26 വരെ നടക്കും. റൈസിംഗ് കാസർഗോഡിന്റെ തുടർച്ചയായാണ് പരിപാടി. അടിപ്പാത വേണമെന്ന ആവശ്യത്തിൽ നടപടിയില്ല. നുള്ളിപ്പാടിയിൽ ദേശീയപാത നിർമ്മാണം പുനരാരംഭിക്കുവാനുള്ള നീക്കം സമരസമിതി വീണ്ടും തടഞ്ഞു. സെറ്റോ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പണിമുടക്ക് ബുധനാഴ്ച. സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം. ജിന്നുമ്മയുൾപ്പെടെയുള്ള 4 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 27ലേക്ക് മാറ്റി. ഉപ്പള ബായാർ പദവിലെ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണം. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.